അതുകൊണ്ട് മാത്രം മമ്മിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. ഈ കാര്യം മമ്മിയുടെ വീട്ടുകാർക്ക് പോലും അറിയത്തില്ല. ഞങ്ങൾക്ക് 4 പേർക്കും അല്ലാതെ, എനിക്കും പപ്പായ്ക്കും മമ്മിക്കും ചേട്ടായിക്കും അല്ലാതെ ഞങ്ങൾക്ക് വേറെ ആർക്കും മമ്മിയുടെ അസുഖത്തെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. കാരണം അത് പറഞ്ഞാൽ ഞങ്ങളെ നാട്ടുകാർ മുഴുവൻ കളിയാക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലേ, പള്ളിയിൽ പോകുന്നവരല്ലേ, എന്നിട്ട് എന്താ നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ, ഞങ്ങൾക്കൊരു ഗതിയില്ലാത്തതൊക്കെ പറഞ്ഞ് നാട്ടുകാർ ഞങ്ങൾ അത്രത്തോളം കളിയാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച സമയത്ത് എന്നോട് ഈശോ പറഞ്ഞു, അവരെ അല്ലല്ലോ ഞാൻ സെലക്ട് ചെയ്ത്, നിന്നെയല്ലേ സെലക്ട് ചെയ്ത്, കളിയാക്കുന്ന അവർക്കല്ലല്ലോ കൃപാസനത്തിൽ വരാൻ പറ്റിയത്, നിന്നെയല്ലേ വരുത്തിയത്. ഇത്രത്തോളം എന്നെ സ്നേഹിക്കുന്നൊരു ഈശോയ്ക്കും മാതാവിനും കൂടാനും കൂടി നന്ദി പറയുന്നു. പിന്നെ ആത്മീയമായിട്ട് ഞാൻ ആദ്യം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് കൊന്ത ചെല്ലുന്ന അത് എണ്ണം കൂടി. എനിക്ക് എത്രത്തോളം കൊന്ത ചെല്ലാൻ പറ്റുമോ അത്രത്തോളം ഞാൻ കൊന്തയിൽ മാതാവിനെടുത്തു. കാരണം എൻ്റെ അജ്ഞതയുടെ കാലഘട്ടത്തിൽ ഞാൻ മാതാവിനെ ഉപേക്ഷിച്ച ഒരാളാണ്. കാരണം ഒരുപാട് രോഗാവസ്ഥയിലും പീഡാവസ്ഥയിലൊക്കെ വന്നപ്പം ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് മാതാവും ഈശോയും വേണ്ടാന്നൊക്കെ രീതിയിൽ ഞാൻ ചിന്തിച്ചു പോയൊരു വ്യക്തിയായിരുന്നു. കാരണം സഹനങ്ങൾ വന്ന് മറ്റുള്ളവരുടെ കളിയാക്കുകളൊക്കെ വരുന്നത് കൊണ്ട്. പക്ഷേ ആ മാതാവ് ഉള്ളത് കൊണ്ടാണ് എന്നെ കൃപാസനത്തിൽ എത്തിച്ചത്. അത് ഞാൻ ഇവിടെ ലോകത്തോട് വിളിച്ചു വരുന്നു. എൻ്റെ കൂടെ മാതാവ് ഉള്ളതുകൊണ്ടാണ് എന്നെ കൃപാസനത്തിൽ എത്തിച്ചത്. മറ്റൊരു വഴിക്കുമല്ല ഞാൻ വന്നത്. എങ്ങനെ ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞു ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. ഞങ്ങൾ സാക്ഷ്യത്തോടെ അല്ല വരുന്നത്. എനിക്കൊരാൾ ഒരു പത്രം പോലും തന്നിട്ടില്ല. പക്ഷെ ഞങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് അറിയത്തില്ല. കൃപാസനത്തെക്കുറിച്ച് എങ്ങനെ ഞങ്ങൾ അറിഞ്ഞെന്ന് അറിയത്തില്ല. മാതാവ് ഞങ്ങൾ എത്തിച്ചതാണ് ഇവിടെ. മമ്മി ഒരു വാക്ക് നന്ദി പറയാൻ നേർന്നിരുന്നു. മമ്മിയുടെ കൊടുക്കാം. എന്നെ സുഖപ്പെടുത്തിയ എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 കോടി നന്ദി രേഖപ്പെടുത്തുന്നു. ജോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 26-27 തിരുവചനങ്ങൾ. എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും, മറ്റാരെയുമല്ല, അവിടുത്തെ തന്നെ എൻ്റെ കണ്ണുകൾ ദർശിക്കും. ജോബിൻ്റെ പുസ്തകത്തിൽ ജോബ് അതികഠിനമായ രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ കൂട്ടുകാരൊക്കെ വന്ന ജോബിനോട് എതിർസ്വരങ്ങൾ ദൈവത്തെ നിഷേധിക്കുവാൻ വേണ്ടി സംസാരിക്കുമ്പോൾ ജോബ് പറയുന്ന വാക്കുകളാണ്: എൻ്റെ ചർമ്മം അടർന്നു പോയാലും എൻ്റെ മാംസത്തിൽ ദൈവത്തെ കാണും. എത്ര കണ്ട് പീഡകളിലൂടെ ഞാൻ കടന്നു പോയാലും എൻ്റെ ദൈവത്തെ ഞാൻ നിരന്തരം സ്തുതിക്കും. മകളുടെ വാക്കുകൾ നമ്മളെല്ലാവരുടെയും വല്ലാതെ കണ്ണു നിറയിക്കുന്നതാണ്.